ഇന്ന് ഓഗസ്റ്റ് 15. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഭാരതീയരായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താ? മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളാണ്. അങ്ങനെ ഭാരതീയരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ഇത് ഒരു എന്താ പറയാ, രണ്ട് ഫീസ്റ്റാണ് ഒരേ സമയം കൊണ്ടാടുന്നത്. മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാള്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാന ചിന്ത എന്തായിരിക്കണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. മറ്റൊരു കാര്യം എന്താണ്? അനേകം രക്തസാക്ഷികളിലൂടെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. മാതാവിന്റെ കണ്ണീരിലൂടെ, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ഒക്കെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളതെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ലഭിച്ചിട്ടുള്ളതായ ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അതായ ഈ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പുറത്തിറങ്ങുവാനോ വിദ്യാഭ്യാസം നേടുവാനോ ഒക്കെ തടസ്സങ്ങളുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്കിഷ്ടമുള്ള ഏത് വിഭാഗമാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കതിൽ ജോലി അനുഷ്ഠിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, അല്ലെ? അത് ദുസ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നമ്മൾ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം സാവധാനം അപ്രത്യക്ഷമാകുവാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവുക, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ? എങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് നമ്മുടെ നിയമം അനുവദിക്കുന്നത്. ആ നിയമം അനുവദിച്ചിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന അനേക കോടി മനുഷ്യരുണ്ട്, അല്ലെ? അത് ഭാരതത്തിൽ മാത്രമല്ല, ഇന്ന് ഭാരതത്തിലുള്ള ജനങ്ങൾ ലോകത്ത് പല കോണുകളിലും പോയി താമസിക്കുന്നുണ്ട്, പല പല രാജ്യങ്ങളിലാണ്. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള യുദ്ധങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. അനേക മനുഷ്യർ തങ്ങളുടെ ജീവൻ ബലിയായി അർപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നേടിത്തന്നിട്ടുള്ളതായ ഒരു സ്വാതന്ത്ര്യം, ഡെമോക്രസി, അതിലാണ് ഇന്ന് ഒട്ടുമിക്ക മനുഷ്യരും എൻജോയ് ചെയ്ത് ജീവിക്കുന്നത്. അതുപോലെ തന്നെ റിലീജിയസ് ഫ്രീഡം, എല്ലാവർക്കും തന്നെ അവരവരുടെ മതം അനുഷ്ഠിക്കാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം. അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില അറബ് കൺട്രീസിലൊക്കെ അവർക്ക് ഈ ക്രിസ്ത്യാനിറ്റി പോലെയുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമില്ല. അതുകൊണ്ട് ആരും അറിയാതെ ചിലപ്പോൾ അവരവരുടെ ബേസ്മെന്റിൽ, ആരുടെയെങ്കിലും വീടിന്റെ ഒക്കെ ബേസ്മെന്റിൽ ഒന്നിച്ചുകൂടി ചെറിയ പ്രാർത്ഥനകളോ അല്ലെ കുർബാനയൊക്കെ നടത്താറുണ്ടായിരുന്നു എന്ന് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെ ഫാമിലി ഫ്രണ്ട്സിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുകയാണ്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു അമ്പലം ഒക്കെ പണിയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനും അത് നഷ്ടപ്പെടാതിരിക്കാനുമായിട്ടുള്ള ഒരു കരുതൽ നമ്മൾ എടുക്കേണ്ടതാണ്. അതാണ് രണ്ടാമതായിട്ട് ഞാൻ ഓർപ്പിച്ച കാര്യം. പിന്നെ മൂന്നാമതായിട്ട്, എന്താണെങ്കിൽ തന്നെ, ഇപ്പം അമൃതാണെങ്കിലും അമിതമായാൽ വിഷം എന്ന് പറയുന്നത് പോലെ ഈ സ്വാതന്ത്ര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് അങ്ങ് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു തിരിച്ചടി നേരിടേണ്ടതായി വരും. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആ സ്വാതന്ത്ര്യം, നമ്മുടെ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതായ ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെ? നമ്മുടെ റിലീജിയൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതായ സ്വാതന്ത്ര്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും, നമുക്ക് തന്നിട്ടുള്ള ആഹാരം, നമുക്ക് തന്നിട്ടുള്ള പാർപ്പിടം, നമുക്ക് തന്നിട്ടുള്ള കുട്ടികൾ, ജോലി,
നമ്മുടെ ഫാമിലി, അത് എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ നന്ദി ഉള്ളവരായിക്കൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട്, അല്ലേ, നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ ഓരോ ഗീതങ്ങളിലൊക്കെ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. തലമുറയായി കൈമാറി വന്നിട്ടുള്ള ഈ വിശ്വാസം, അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം നമുക്കെന്നും സംരക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കാം.